അപ്പോൾ ചാപ്റ്റർ 7 അവസാനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇൻ കേസ് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 മാർക്കിന് വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്നത്. ഇതോടുകൂടി ചാപ്റ്റർ 7 തീരാണ്. ഇനി നമുക്ക് ചാപ്റ്റർ 5 ആണ് ബാലൻസ് ഉണ്ടാവുക. അത് ഒക്ടോബർ 22-23 നമ്മൾ കംപ്ലീറ്റ് ആക്കും. ആദ്യത്തെ 1-2 വീഡിയോ ഒക്കെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 7 ലാസ്റ്റ് വീഡിയോ ആണ്. ദ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ഓഫ് ആൻ ഇൻഷുറൻസ് കമ്പനി എത്രയാണുള്ളത്? 31st March 2026 വാസ് 60 lakh ബിഫോർ പ്രൊവൈഡിങ് ഡിവിഡൻഡ്. എത്രയാണ്? 20,000 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ്. വൈൽ അസർട്ടൈനിങ് എബവ് ഫിഗർ ദ ഫോളോയിങ് ഐറ്റംസ് വെർ ഒമിറ്റഡ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു ഇത് പറഞ്ഞിരുന്നു. ലൈഫ് ഫണ്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനുശേഷം വാലുവേഷൻ ബാലൻസ് ഷീറ്റ് കാണണം, അതിനുശേഷം പോളിസി ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, 10 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൈൽ അസർട്ടൈനിങ് ദ എബവ് ഫിഗർ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 63,000 കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് TDS 10% ഡിഡക്ട് ചെയ്തതിന് ശേഷം. അപ്പം 63,000 കിട്ടിയെന്ന് പറഞ്ഞാൽ 10% TDS കട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര കിട്ടിയത്? 70,000 ഉണ്ട്. അതിൽ നിന്നാണ് 10% കുറഞ്ഞു. അങ്ങനെയാണ് 7,000 കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? 63,000 വന്നത്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 63,000 എന്ന് പറഞ്ഞത് എത്രയാണ്? 90% കാരണം 10% കുറഞ്ഞതല്ലേ. ഇൻറ്റു 100 ചെയ്താൽ മതി, 70,000 എന്ന് കിട്ടും. പക്ഷേ 63,000 നമുക്ക് കയ്യിൽ കിട്ടുന്നത്, മനസ്സിലാക്കിയാൽ മതി. ഇനി ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ട്, ഇൻകോ എക്സ്പെൻസ് ആണ്. ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ആണ് 36,000. അതേപോലെ തന്നെ റീഇൻഷുറൻസിലെ ഡെത്ത് ക്ലെയിം പിന്നെ വന്നിട്ടുണ്ട്, അത് 18,000 രൂപേൻ്റെ എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് അത് 9,000 രൂപ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയം ബോണസ് പേ ചെയ്തത് 80,000 ഉണ്ട്. നെറ്റ് ലയബിലിറ്റി ആസ് പെർ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് 50 ലക്ഷം ഉണ്ട്. പിന്നെ ക്യാരി ഫോർവേഡ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ 2,70,000 ക്യാരി ഫോർവേഡ് ചെയ്യാണ്ട്, ബാലൻസ് അല്ലേ അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദ കമ്പനി ഡിക്ലെയർഡ് റിവിഷണറി ബോണസ് ഉണ്ട്. അതെങ്ങനെയാണ്? 1,000 രൂപക്ക് 15, അതായത് ₹12 per 1,000. 1,000 ഇതിനുള്ളതിന് 12 രൂപ വെച്ചിട്ടാണ് കൊടുക്കുക. ആൻഡ് ഗേവ് പോളിസി ഹോൾഡേഴ്സ് ആൻഡ് ഓപ്ഷൻ ടു ഗെറ്റ് ബോണസ് ഇൻ ക്യാഷ്. എത്രയാണ്? ബോണസ് ഇൻ ക്യാഷ് 1,000 രൂപക്ക് 5 രൂപ വെച്ച് കിട്ടാനുള്ള ഒരു പരിപാടിയുണ്ട്. 2 ടൈപ്പ് ബോണസ് ഉണ്ട് എന്ന് പറയാം, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ടോട്ടൽ ബിസിനസ് ഓഫ് ദ കമ്പനി 15 കോടി ഉണ്ട്. 40% ഓഫ് പോളിസി ഹോൾഡേഴ്സ് ക്യാഷ് കിട്ടാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ബാലൻസ് ഷീറ്റ്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ആൾസോ ജേണൽ എൻട്രി റിലേറ്റിംഗ് ടു റിവിഷണറി ബോണസിൻ്റെ ജേണൽ എൻട്രി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ലൈഫ് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അതായത് റിവൈസ് ചെയ്ത കാൽക്കുലേഷൻ. തന്ന ഡാറ്റ അനുസരിച്ചുള്ള ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. ആ 60 ലക്ഷം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് കിട്ടിയത് 63,000 കിട്ടിയെന്ന് പറഞ്ഞു. നമ്മളത് അതിൻ്റെ ഞാൻ 70,000 കാൽക്കുലേഷൻ കാണിച്ചു തന്നിരുന്നില്ലേ, 90 കൊണ്ട് അരിച്ചിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ പിന്നെ TDS കൂടെ കട്ട് ചെയ്തു 63 തന്നെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം, അത് ഇൻകം എക്സ്പെൻസും കാണിക്കണം. അത് രണ്ടും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചിട്ടുണ്ട്. പിന്നെ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡിലുള്ള കൺസിഡറേഷൻ കിട്ടിയതാണ് അല്ലേ. ആനുറ്റി ഗ്രാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് കൺസിഡറേഷൻ കിട്ടും, പിന്നെ അല്ലേ നമ്മളിങ്ങനെ ആനുറ്റി ആയിട്ട് പേ ചെയ്യാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ ഡെത്ത് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്തത് 36,000 ഉണ്ട്. പിന്നെ ഇൻഷുറൻസിലുള്ള ഡെത്ത് ക്ലെയിം 12,000 രൂപ. ഇത് കമ്പനി ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്, അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്? ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തതാണെങ്കിൽ ഡെത്ത് ക്ലെയിം എന്താണ്? എക്സ്പെൻസ് ആണ്. ഇനി അതല്ല സീഡഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻകു ആണ്. അതാണ് ഡെത്ത് ക്ലെയിം കവേർഡ് അണ്ടർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എഴുതിയത്. അങ്ങനെ എല്ലാം ചെയ്തു വരുമ്പം 60,48,000. ഇത് നല്ലപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതായതുകൊണ്ടാണ് ഒരുപാട് ടൈം എടുത്ത് പറയാത്തത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. 63,000 ഗ്രോസ് ആണ്. അപ്പോൾ അത് 63,000 എന്ന് പറഞ്ഞത് നെറ്റ് എമൗണ്ടാണ്, TDS കഴിഞ്ഞിട്ടുള്ള. യഥാർത്ഥത്തിൽ 70,000. അതെങ്ങനെ കിട്ടി? 63,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 90 ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ നമുക്ക് കറക്റ്റ് ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള ലൈഫ് ഫണ്ട് കിട്ടി. അത് 60,48,000. ഇനി നമ്മുടെ നെറ്റ് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 50 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ 50 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു, 50 ലക്ഷം നമ്മളിവിടെ കുറച്ചു. ബാലൻസ് സർപ്ലസ് 10,48,000 ഉണ്ട്. ഇനി ഇതിൽ എന്താണ് സർപ്ലസ് 10,48,000. അതിൽ ഇൻറ്റേറിയം ബോണസ് കൊടുത്തത് 80,000 ഉണ്ടെന്ന് ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഇൻറ്റേറിയം ബോണസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഒന്ന് കണ്ടിട്ട് ഇൻറ്റേറിയം ബോണസ് പേ ചെയ്തത് 80,000. പിന്നെ ഇതിൻ്റെ കാര്യം ഡിവിഡൻറ്റിൻ്റെ കാര്യം 20,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, 80,000 ആഡ് ചെയ്തു. പിന്നെ ഡിവിഡൻറ്റ് 20,000 ലെസ് ചെയ്തു. ഇപ്പോൾ 11,08,000 ഉണ്ട്. ഈ 11,08,000 നിന്ന് 2,70,000 ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്യാരി ഫോർവേഡ് ചെയ്തു. ലാസ്റ്റ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് 8,38,000 ഉള്ളൂ. ആ 8,38,000 95% പോളിസി ഹോൾഡേഴ്സിനും ഇൻറ്റേറിയം ബോണസ് പിന്നെ പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തു. 5% നമുക്കറിയാലോ ആർക്ക് കിട്ടും, ഷെയർ ഹോൾഡേഴ്സിന്. ആ എമൗണ്ട് സെപ്പറേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 95% നിന്ന് ഓൾറെഡി പേ ചെയ്ത 80,000 കുറച്ചു. ലാസ്റ്റ് അവർക്ക് ഇനി പേ ചെയ്യാനുള്ള 7,16,100 ഇതെന്താ, ഇത് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഈ എമൗണ്ട് പോളിസി ഹോൾഡേഴ്സിനാണ്. രണ്ടും തമ്മിൽ മാറ്റങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ബോണസ് ഇൻ ക്യാഷും ഉണ്ട്. അതേപോലെ തന്നെ മറ്റു ബോണസിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബോണസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് 5 രൂപ എന്നുള്ളതാണ്. അപ്പോൾ 15 കോടിയാണ് നമ്മുടെ അടുത്ത് കയ്യിലുള്ള ഇതെന്ന് പറഞ്ഞിരുന്നു ഫണ്ടിൻ്റെ കാര്യം. അതവിടെ കിട്ടിയത് ഇതവിടെ നോക്ക്. ഇതെന്താ അവിടെ വരാത്ത, ഇവിടെ ഉണ്ട്. അതായത് ദ ടോട്ടൽ ബിസിനസ് ഓഫ് ദ കമ്പനി എത്ര, 15 കോടിയാണ്. അപ്പോൾ ആ ടോട്ടൽ ബിസിനസ്സിന് 15 കോടീൻ്റെ 40% ആൾക്കാർ ക്യാഷ് ആയിട്ട് എടുത്തു. ക്യാഷ് എങ്ങനെ കിട്ടുക, ക്യാഷ് കിട്ടുക 1000 രൂപക്ക് 5 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 15 കോടിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേസമയം അതിൽ 40% എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ 40% കാണുക. അപ്പോൾ ഏത് രീതിയിലും ചെയ്യാം. ഒന്നെങ്കിൽ 15 കോടിൻ്റെ 40% കാണുക, അതിനെ എന്നിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 3 ലക്ഷം രൂപ ക്യാഷായി കൊടുത്തതാണ്. ഇതേസമയം ബാലൻസ് അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ അല്ലേ, അപ്പോൾ അത് 15 കോടിൻ്റെ 60% ഉണ്ടാവും. അതിലെത്ര വരുന്നത്, 1000 രൂപക്ക് 12 രൂപ വെച്ചിട്ടാണ് റിവിഷണറി ബോണസ് കൊടുക്കുന്നത്. അത് 10,80,000 ഉണ്ടാവും. അങ്ങനെ ഇത് രണ്ടിൻ്റെയും ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബോണസ് ഇൻ ക്യാഷ് കൊടുത്തു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. എക്സ്ട്രാ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. ജേണൽ എൻട്രിയും കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓൾറെഡി പലതവണ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. നിങ്ങളൊന്ന് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്താൽ മതി. നോക്കുമ്പോൾ എക്സ്ട്രാ ഉള്ളൊരു സാധനം ഈ ഒരു സാധനം മാത്രമാണ്. ഇതിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എ ക്ലെയിം ഓഫ് 8,000, 4ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ പറയുന്നത്. എ ക്ലെയിം ഓഫ് 8,000 ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബുക്സ് ഫോർ 8 ഇയർ റിട്ടേൺ ബാക്ക്. അതായത് ഒരു ക്ലെയിം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തതാണ്. ഈ ക്ലെയിം നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ ക്ലെയിം കിട്ടിയ സമയത്ത്, ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ എഴുതിയിരുന്നത്, ക്ലെയിം അക്കൗണ്ട് അറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം. അത് ഒഴിവാക്കുമ്പോഴോ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ടു ക്ലെയിം എന്ന് പറഞ്ഞിട്ട് എൻട്രി ഇട്ടാൽ മതി. ഇതാണ് എൻട്രി. ഈ എൻട്രിയാണ് എൻട്രി. പിന്നെ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനില്ല. സാധാ ക്വസ്റ്റ്യനാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, എല്ലാം വർക്കൗട്ട് ചെയ്ത് നല്ല ഉഷാറാക്കുക. ഇത്രയൊക്കെ ഉള്ളൂ തൽക്കാലം. ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.